ഹലോ നമസ്കാരം, എല്ലാവർക്കും ഹിച്ചക്കി മല്ലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് ബാനി ജംറയിലുള്ള അല്ലെങ്കിൽ ബുധയുടെ അടുത്തുള്ള ഒരു വീവിങ് ടെക്സ്റ്റൈൽ ഫാക്ടറിയിലേക്കാണ്. ഇവർ ബാനി ജംറത്തിൻ്റെ നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഈ കാണുന്ന രീതിയിൽ വലിയ ലക്ഷറി സെറ്റപ്പിലൊക്കെ ഇവർ റീസെൻ്റ്ലി ഓപ്പൺ ആക്കിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും അതിൻ്റെ വിശേഷങ്ങളും അറിയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ടെക്സ്റ്റൈൽ ഫാക്ടറിയുടെ അകത്തേക്ക് കയറി. നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് വളരെ സുപരിചിതമാണ് അല്ലേ, നെയ്ത്ത് വസ്ത്രങ്ങളൊക്കെ ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങൾ, എസ്പെഷ്യലി ആലപ്പുഴയിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബഹറിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് പോലും ആർക്കും അറിയത്തില്ലായിരിക്കും. പക്ഷേ ഇത് ഒരു ഫാമിലി ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. അവരുടെ പരമ്പരാഗത രീതിയിൽ അവർ പണ്ട് തൊട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. കാരണം പണ്ട് ബഹറിൻ്റെ വരുമാന മാർഗ്ഗങ്ങൾ ഒന്ന് തന്നെയായിരുന്നു ഇത്. അപ്പോൾ ഇപ്പോൾ അത് ഒരുപാട് ആൾക്കാർ ചെയ്യുന്നില്ല, ഈ ഒരു ഫാമിലി ആൾക്കാരെ ചെയ്യുന്നുള്ളൂ. അതപ്പോൾ പുതിയൊരു ജനറേഷനും കൂടെ പഠിപ്പിച്ചു കൊടുക്കുക, അവരുടെ ആ ഒരു പരമ്പരാഗത രീതി പിന്തുടർന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ലക്ഷറി സെറ്റപ്പിൽ അവരിപ്പോൾ റീസെൻ്റ്ലി ഓപ്പൺ ആക്കിയത് ബാനി ജംറ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ടൂറിസം ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. ടൂറിസം കൂടെ സപ്പോർട്ടീവായിട്ടാണ് ഇപ്പോൾ ഇത് റീസെൻ്റ്ലി ഇവിടെ ഓപ്പൺ ആക്കിയത് കേട്ടോ. അല്ലെങ്കിൽ നേരത്തെ ഇത് ചെറിയൊരു ഷോപ്പായിട്ട് ബാനി ജംറ തന്നെ സ്ഥിതി ചെയ്തുകൊണ്ടിരുന്നതാണ്. അവിടെ പല ലിനനുണ്ട്, പല വെറൈറ്റി ലിനനുണ്ട്. അതിനകത്ത് തന്നെ കോസ്റ്റ് വൈസ് ആണെങ്കിലും പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി വൈസിലാണെങ്കിലും ഭയങ്കര ഡിഫറൻസ് ഉള്ള കാര്യങ്ങൾ ഞാൻ കണ്ടു കേട്ടോ. ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും എല്ലാം നല്ല ഫിനിഷിംഗ് ആണ്, എല്ലാം നല്ല രീതിയിൽ അവർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒരു കല്യാണത്തിനൊക്കെ അവർ എസ്പെഷ്യലി യൂസ് ചെയ്യുന്ന ഒരു അബായയാണ്. ഇതിനൊക്കെ നല്ല കോസ്റ്റാണ്. കണ്ടില്ല, അവരത് കംപ്ലീറ്റഡ് ആയിട്ടുള്ള വർക്ക്, ഒരു ഡ്രസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് അവർ കട്ട് ചെയ്ത് മാറ്റി മടക്കി വെക്കും, എന്നിട്ട് അടുത്തത് കംപ്ലീറ്റ് ചെയ്യും. ഇങ്ങനെ പല ഡിസൈൻ ആയിരിക്കും ഒരേ സമയം അവർ ചെയ്യുന്നത്. ഇവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവർക്കൊരു ചെറിയ ഗാലറി പോലെയുണ്ട് ഇവിടെ തന്നെ. അത് നമുക്ക് പർച്ചേസ് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാം. ഡ്രസ്സ് മാത്രമല്ല, ലേഡീസ് ബാഗുണ്ട്, കുഞ്ഞുങ്ങൾക്കുള്ള ഡ്രസ്സുകളുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ മനസ്സിലാവും ഒരുപാട് വെറൈറ്റി കാര്യങ്ങൾ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. നമ്മൾ ഓർക്കും ഇതുകൊണ്ട് ഇതിൻ്റെ ഡ്രസ്സ് മാത്രമേ അവരുണ്ടാക്കുന്നുള്ളൂ, വേറെ ഒന്നും ഇല്ലായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷേ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് വേറൊരു കാര്യമുണ്ട് കേട്ടോ. നമുക്കിപ്പം എസ്പെഷ്യലി നമുക്ക് എന്തെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ അത് ഓർഡർ അനുസരിച്ച് നമുക്ക് ചെയ്തു തരികയും ചെയ്യും. അപ്പോൾ നേരത്തെ വന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയൊക്കെ ഇൻട്രസ്റ്റ് ചിലരുണ്ടല്ലോ, ഈ നെയ്ത്ത് വസ്ത്രങ്ങൾ മാത്രമേ ഇടത്തുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തുണ്ടാക്കിയ അങ്ങനെയൊക്കെ ഒരു നിർബന്ധമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലേ. അപ്പോൾ അവർക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പറയാം. അവർ ആ ഓർഡർ അനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്ത് തരും. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ബഹറിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഈ ഒരു സ്ഥലത്ത് നിന്ന് ഇതുപോലൊരു കാഴ്ച കാണുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും അത് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ്. വിസിറ്റ് ചെയ്യുക മാത്രമല്ല, ഇവിടെ ഗാലറിയിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഡെയിലി ലൈഫിൽ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാനും പറ്റും. അപ്പോൾ ഇതാണ് ഗാലറിയിലെ അകത്തേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി. കണ്ടില്ലേ, പല പ്രോഡക്റ്റ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഡ്രസ്സ് മാത്രമല്ല, ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴല്ലോ ഇവർ വർക്ക് കംപ്ലീറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇവരുടെ പ്രോഡക്ട്സിനകത്തൊരു സ്റ്റുഡിയോ റൂം പോലെ ഇതിനകത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെയ്തേക്കുന്നുണ്ടല്ലോ നമ്മുടെ ടേബിൾ റോളിങ്ങില്ല, ടേബിൾ റോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. എല്ലാം ആ ഒരു മെറ്റീരിയൽ വെച്ച് ചെയ്തതാണ്. ഇത് പല മെറ്റീരിയലുണ്ട്, പ്രൈസ് കൂടിയതുണ്ട്, പ്രൈസ് കുറഞ്ഞതുണ്ട്.
പിന്നെ ലേഡീസ് ബാഗാണ് കാണുന്നത്. ലേഡീസ് ബാഗ് ഉണ്ടോ? ലേഡീസ് ബാഗുണ്ട്, പല കളറിലുണ്ട് ലേഡീസ് ബാഗ്. പിന്നെ ഇത് ഒരു അബായയില്ലേ, ഇത് ഇവർ വെഡ്ഡിങ്ങിനൊക്കെ ഇവിടുത്തെ ലേഡീസ് വെഡ്ഡിങ്ങിന് ഉപയോഗിക്കുന്ന അബായ ടൈപ്പാണ്. ഈ കളർഫുള്ളായിട്ടുള്ളതല്ല, ഇതെല്ലാം നോർമലാണ് കേട്ടോ, നോർമൽ അബായാണ്. ഇത് ഈ വിത്ത് ഗോൾഡ് ഇതുള്ളതിന് പെർ മീറ്ററിന് അല്ല 5 മീറ്ററിന് 20 BD വരുന്നത്. അപ്പോൾ 5 മീറ്റർ എന്തായാലും ഒരു ലേഡീസിന് ഒരാൾക്ക് വേണ്ടി വരും, ഒരാൾക്ക് ചെയ്യുന്നത് വരുമ്പോൾ. ഇതൊക്കെ ബാഗാണ്, ലേഡീസ് ബാഗാണ്. ഇതല്ലേ നല്ല രസമുണ്ടല്ലേ, നല്ല കളർഫുള്ള്. ഇതല്ലേ ഇവരുടെ ഫ്ലാസ്കും ഗ്ലാസ്സും ഒക്കെയാണ്. അതിൻ്റെ മുകളിൽ അവർ തുണി വെച്ചിട്ട് കവർ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണുന്നത്. അപ്പോൾ നമുക്ക് പിടിക്കാൻ ഒരു ഗ്രിപ്പും ഉണ്ട്, പെട്ടെന്ന് കയ്യിൽ നിന്ന് സ്ലിപ്പായി പോകത്തുമില്ല. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടെ ചെയ്തിരിക്കുന്നതാണ്. ഇത് ആർക്കെങ്കിലും ഉണ്ടല്ലോ, നമ്മുടെ ബഹ്റിനി ഫ്രണ്ട്സിനോ ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ നല്ലതായിരിക്കും. നമ്മുടെ വീട്ടിലൊന്നും അങ്ങനെ ഉപയോഗിക്കത്തില്ലെങ്കിലും വെളിയിൽ ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കാം. പിന്നെ അവരുടെ പേഴ്സ് കാര്യങ്ങൾ നോർമൽ. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ അതേപോലെ ലേഡീസിനൊക്കെ കഴുത്തിലിടുന്ന തലയിലിടുന്ന റിബണൊക്കെ ഇല്ലേ, അങ്ങനത്തെ റിബണുണ്ട്. അത് പല കളറിലും ഉണ്ട്, അതുകൊണ്ട് അല്ലേ. ഇത് അധികം പ്രൈസ് വരുന്നില്ല കേട്ടോ. 500 ഫീൽസ് 1 BD അങ്ങനെ പല റേറ്റിന് കിട്ടും. നല്ല കളർഫുള്ളാണ്, കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഇവിടുത്തെ കാഴ്ചകൾ. എനിക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഒരുപാട് പേരിലേക്ക് വീഡിയോ എത്താൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരുപാട് വ്യത്യസ്ത വീഡിയോകളും പൊതുവെയുള്ള കാഴ്ചകളും സ്ഥലങ്ങളുമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരേക്കും ഏവർക്കും ഹിച്ചയ്ക്കും എല്ലുണ്ട്. ബൈ ബൈ.